ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഒരുക്കും സ്വാഗതം. ദുൽഖറിന്റെ ജന്മദിനം പ്രമാണിച്ച് ഇന്നലെ 3 സിനിമകളുടെ അപ്ഡേറ്റുകൾ വീഡിയോ കോണ്ടന്റ്സ് ആണല്ലോ പുറത്തു വന്നത്. അതിൽ ഏറ്റവും വലിയ തരംഗമായി മാറിയത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ ടീസർ തന്നെയാണ്. ദുൽഖറിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസർ 2 മില്യണിലധികം യൂട്യൂബ് വ്യൂവേഴ്സ് ആണ് ഇതിനോടൊപ്പം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ലോകയുടെ ടീസർ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ കാന്ത ടീസർ വ്യൂസിന്റെ കാര്യത്തിൽ യൂട്യൂബിൽ തരംഗമായി മാറിയിട്ടില്ല. 1 മില്യണിലേക്ക് ഇനിയും ടീസർ എത്തപ്പെട്ടിട്ടില്ല. തമിഴ് തെലുഗു ഭാഷകളിലായിരിക്കും സിനിമ തിയേറ്ററുകൾ എത്തുക എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. മലയാളം ഡബ്ബിംഗ് കാന്ത എന്ന സിനിമയ്ക്ക് ഉണ്ടാകില്ല എന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നു. ദുൽഖർ തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 12 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഈ ജൂലൈ മാസം തന്നെ മിന്നൽ മുരളി എന്ന സിനിമയുടെ റൈറ്റർ സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ചൊരു അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നല്ലോ. ആ സിനിമയിൽ ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസൽ ജോസഫ് തുടങ്ങിയവർ അഭിനയിക്കുന്നു എന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ആ പ്രോജക്റ്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സിനിമയുടെ ഷൂട്ട് ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. സൂര്യ ഉപേക്ഷിച്ച ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന സുധാ കോങ്കര ചിത്രമാണല്ലോ പരശക്തി. ഇപ്പോഴത്തെ സിനിമയിൽ താരങ്ങളോട് താരങ്ങൾ ഒരുമിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശിവകാർത്തികേയൻ, ജയം രവി, ശ്രീലീല തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ബേസൽ ജോസഫ്, ഒപ്പം തന്നെ തെലുങ്കിൽ നിന്ന് റാണ ദഗുബട്ടിയെല്ലാം തന്നെ അഭിനയിക്കുന്നു എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ബേസലിന്റെ ലൊക്കേഷൻ സ്റ്റിൽ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. സിനിമ അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. നിവിൻ പോളി നായകനായി എത്തുന്നുവെന്ന് നിലവിലെ റൂമേഴ്സ് ഉള്ള ഇനിയും ഒഫീഷ്യൽ കൺഫർമേഷൻ വരാത്ത സിനിമയാണല്ലോ ജാംബി. സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് കർണാടകയിലായിരിക്കും നടക്കുക എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. നിവിന്റെ അടുത്ത തിയേറ്റർ റിലീസ് എന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്ന സിനിമ അത് ബേബി ഗേൾ എന്ന സിനിമ തന്നെയാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച് ഗരുഡൻ എന്ന സിനിമയുടെ സംവിധായകൻ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഡബിംഗ് എല്ലാം തന്നെ ഇപ്പോഴത്തെ നിവിൻ പോളി പൂർത്തിയാക്കി എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക്.